ഇതേ നിന്റെ പാർട്ടിക്ക് ഞങ്ങൾ വരും ആശംസകൾ നേർന്നു. ഇതേ നിന്റെ ബർത്ത്ഡേക്ക് ആശംസകൾ നേരുന്നു. ഇനി ഒരു 30-35 വർഷം കൂടെ സന്തോഷമായിട്ട് ജീവിക്കണം. നിങ്ങളുടെ പാർട്ടിക്ക് ഞങ്ങൾ മനസ്സുകൊണ്ട് പങ്കെടുക്കുന്നുണ്ട്. പാർട്ടി സമയത്ത് നമ്മുടെ അവിടെ കാണും. ആശംസിക്കുന്ന ചേച്ചിക്ക് എൻ്റെ ജന്മദിനാശംസകൾ. എൻ്റെ ജന്മദിനാശംസകൾ. ഇത്രയും നല്ല മോനെയും കിട്ടിയാലും ഈ മക്കളോടും മരുമക്കളോടും കൊച്ചുമക്കളോടും അനേകമായി സന്തോഷത്തോടുകൂടി കഴിയുക, സുഖത്തോടും സന്തോഷത്തോടും കൂടി കഴിയാൻ ആശംസിക്കുന്നു. എപ്പോഴും ചേച്ചി ഞങ്ങൾക്ക് കാണുമെന്നാണ്. ഹാപ്പി ബർത്ത്ഡേ. 100,000 വർഷം ഹാപ്പി ബർത്ത്ഡേ ആയിട്ട് ഇരിക്കട്ടെ. ആരോഗ്യം തരട്ടെ ചേച്ചിക്ക്. Many happy returns of the day, വല്യമ്മ. വല്യമ്മയ്ക്ക് ശരിക്കും ഷൈജി അന്ന് എനിക്ക് മെസ്സേജ് ഇട്ടപ്പോൾ 70 ആയെന്ന് പറഞ്ഞപ്പോഴത്തേ എനിക്ക് എനിക്ക് പെട്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. വല്യമ്മയ്ക്ക് 70 ആയോ എന്ന് ചോദിച്ചു. ഞാൻ ഷൈജി തിരിച്ച് മെസ്സേജ് ഇട്ടു, വല്യമ്മയ്ക്ക് 70 ആയോ എന്ന് ചോദിച്ചിട്ട്. ഞാൻ ഇപ്പോഴും വല്യമ്മയ്ക്ക് 68, 69 എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ വല്യമ്മ എനിക്ക് കുറേ നല്ല മെമ്മറീസ് വല്യമ്മ എൻ്റെ കൊച്ചിലായിരുന്നാലും ഇപ്പോഴായിരുന്നാലും എനിക്ക് ഒരുപാട് നല്ല മെമ്മറീസ് വല്യമ്മയുടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, എനിക്കുണ്ട് എൻ്റെ കയ്യിൽ. എന്ന് വെച്ചാൽ പണ്ട് വല്യമ്മ നമുക്ക് സ്കൂളിൽ വെച്ചിട്ട് ഒരു വലിയൊരു പാത്രത്തിൽ ചോറ് വാരി തരുന്നത്, ഉച്ചയ്ക്ക് വന്നിട്ട് ചോറ് വാരി തരണം, അതൊക്കെ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അതൊക്കെ എനിക്ക് ശരിക്കും നല്ല മിസ് ചെയ്യുന്നുണ്ട് വല്യമ്മ. ഹായ് ഗീത മാമി, ഹാപ്പി ബർത്ത്ഡേ. എനിക്ക് ശരിക്കും സർപ്രൈസ് ആയി ഗീത മാമിക്ക് 70 വയസ്സായെന്ന് പറഞ്ഞപ്പോഴത്തേന്. എൻ്റെ മനസ്സിൽ ഇപ്പോഴും ചുരുണ്ട മുടി, ചിരിച്ച മുഖം, ചന്ദനക്കുറി, എപ്പോഴും ഇങ്ങനെ മാമച്ചിയുടെ കൂടെ വീട്ടിൽ വരുന്ന ഗീത മമ്മിയാണ്. എപ്പോഴും അങ്ങനെ ഹാപ്പി ആയിരിക്കട്ടെ. വിഷ് യു ലോങ് ലൈഫ് ഗീത മമ്മി. ബൈ, ലവ് യു. ഹായ് മാമി. മാമി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ മാമിക്ക്? മാമിയെ കണ്ടിട്ടിപ്പം കുറേ നാളായതുപോലെ തോന്നുന്നു. നാട്ടിൽ ഉടനെ വരുമെന്ന് അമ്മ പറഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ മാമി. മാമിക്ക് 70 വയസ്സായെന്നൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. സ്കിന്നിന് പോലും ഒരു ചുളിവില്ല, ഇപ്പോഴും നല്ല ഗ്ലാമറായിട്ടിരിക്കുന്നു. ഇനി ഒരു 100 വയസ്സ് വരെ ഇതുപോലെ സുന്ദരിയായിട്ടും സന്തോഷവതിയായിട്ടും ചിരിച്ച മുഖത്തോടെയും കാണാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ മാമി. മാമി പിറന്നാൾ ആശംസകൾ. മാമി മാമിക്ക് ഒരുപാട് സ്നേഹത്തോടെ പിറന്നാൾ ആശംസകൾ. അപ്പച്ചി, ഭീമരഥ സപ്തതി എന്നാണ് ഒരു മനുഷ്യന് 70 വയസ്സ് തികയുമ്പോൾ 840 പൂർണ്ണചന്ദ്രന്മാരെ കാണാനും അതിൻ്റെ തേജസ് അനുഭവിക്കാനുമുള്ള ഒരു നിയോഗം. 80 വയസ്സാകുമ്പോൾ ശതാഭിഷേകം എന്നാണ് പറയണത്. അപ്പോൾ 1000 പൂർണ്ണചന്ദ്രന്മാരെ ഒരു മനുഷ്യൻ കാണും. പ്രകൃതി 1000-ൽ കൂടുതൽ പൂർണ്ണചന്ദ്രന്മാരെ കണ്ട് എല്ലാവർക്കും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും എല്ലാം ചൊരിഞ്ഞ് അപ്പച്ചിക്ക് ഈ ഭൂമണ്ഡലത്തിൽ ഇരിക്കാനുള്ള ഭാഗ്യം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കണു. എല്ലാവർക്കും ഹാപ്പി 70th. ഞാനിപ്പോൾ ആൻറ്റിയെ പറ്റി ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് എപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ആൻറ്റി കൈപ്പുണ്യമാണ്. സന്തോഷവും സമാധാനവും. ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ വീട്ടിൽ വരുമ്പോൾ ആൻറ്റി ഉണ്ടാക്കി തരുന്ന ഫുഡ്, ആൻറ്റി ടേസ്റ്റ് എന്ന് പറഞ്ഞ് ഭയങ്കരമായിരുന്നു. ഇപ്പോൾ ഓർമ്മയുണ്ട്, നമ്മളൊരു ഓണം സമയത്ത് ഒരു മധുരക്കറിയെല്ലാം ഉണ്ടാക്കി തന്നു, നല്ല ഉഗ്രൻ ടേസ്റ്റ് ആയിട്ടുള്ള മധുരക്കറി. അപ്പോൾ ആൻറ്റിക്ക് സപ്തതി, വിഷിങ് എ ഹാപ്പി സപ്തതി. മക്കളും കൊച്ചുമക്കളുമായിട്ടെല്ലാം എൻജോയ് ദിസ് ഡേ. ബൈ ബൈ. കൂട്ടുകാരിയുമാണ്. ആൻറ്റിയുടെ ബർത്ത്ഡേ ഷാങ്കി കോർഡിനേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ കോളേജിലെ 70ാം പിറന്നാൾ ഷാങ്കിയുടെ പ്രിയപ്പെട്ട ആൻറ്റിക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവിധ ആശംസകളും.
പിന്നെ ആലോചിക്കുമ്പോ ആന്റി മൂട്ടിന് വേണ്ടി ഷാഗിയോടെ ഞാൻ വന്ന് നിന്നിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾക്ക് ആ സമയത്ത് ഷാഗി നോക്കുന്ന പോലെ ഒന്ന് ഒത്തുചേരണം തോന്നുന്നു. ഫസ്റ്റ് ആന്റിയുടെ പോലെ തന്നെ എന്നെയും കരുതിയിട്ടുണ്ട്. അതിനൊക്കെ എന്റെ സ്നേഹവും എന്റെ നന്ദിയും. അതെല്ലാം വളരെ സ്നേഹത്തോടെ ഓർക്കുന്ന ആന്റി. ആന്റിയുടെ അമേരിക്ക യാത്രയില് അല്ലെങ്കിൽ ബർത്ത്ഡേ ആഘോഷത്തില് എനിക്കും വന്ന് ചേരണം എന്നുണ്ടായിരുന്നു, പറ്റില്ല. പക്ഷെ എനിക്ക് വീണ്ടും സന്തോഷത്തോടെ ഒരുപാട് ദിവസങ്ങൾ ഉണ്ടായിരിക്കട്ടെ. അതിൽ കുറച്ച് അപ്പോ എന്താ പറയാ, ഒരു ദിവസം 10-30 ദിവസത്തോളം മമ്മിയുടെ കൂടെ ചെലവഴിക്കാനും മമ്മിയുടെ ഭക്ഷണം കഴിക്കാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. ഒപ്പം സ്വന്തം അമ്മയുടെ പോലെ അല്ലെങ്കിൽ അമ്മയ്ക്ക് തുല്യമായിട്ടുള്ള എന്നെ കരുതാനും ഒരുപാട് സമയം എനിക്ക് മമ്മിയോട് സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റി. അപ്പൊ ഇന്ന് അതിനൊരു സ്പെഷ്യൽ ദിവസം വന്നെത്തിയിരിക്കണം. അപ്പൊ മമ്മിക്ക് ഞങ്ങളുടെ ട്രാവലിസ്റ്റ് എന്ന് പറയാനില്ല, സാൻഡപ്പൻ എന്ന് പറയണല്ലോ, സാൻഡപ്പന്റെ ഫാമിലിയുടെയും മമ്മിയുടെ 70ാം പിറന്നാൾ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. ഞങ്ങളുടെ എല്ലാമായ പൊന്നമ്മയ്ക്ക് സപ്തതിയുടെ നിറവ്, സപ്തതിയുടെ ആഘോഷങ്ങൾ ആശംസിച്ചുകൊള്ളുന്നു. അവിടെ എല്ലാം തകൃതിയായിട്ട് നടക്കട്ടെ. എന്തായിരുന്നാലും അതിൻ്റെ ബാക്കി നമുക്ക് ഇവിടെ വന്നിട്ട് ആഘോഷിക്കാം. ഒരു 50% അവിടെയും 50% ഇവിടെയായിട്ട് ആഘോഷിക്കാം. എന്തായിരുന്നാലും എല്ലാവരും കൂടെ ചേർന്ന് സന്തോഷകരമായ ഒരു ദിവസമാവട്ടെ. ഹാപ്പി സപ്തതി ആശംസകൾ മമ്മി. അവിടെ റാസൽ ഖൈമയിലുള്ള ആഘോഷങ്ങളൊക്കെ തകൃതിയായി നടക്കട്ടെ. ബാക്കി ആഘോഷങ്ങൾ നമുക്ക് ഇവിടെ വന്നിട്ടാവാം. അപ്പോൾ സപ്തതി എന്ന് പറയുന്നത് ഒരു വലിയ മൈൽ സ്റ്റോൺ ആണ്. അപ്പോൾ ജനിച്ചിട്ട് ഇത്രയും കൊല്ലങ്ങളായി ഇപ്പം പല കാര്യങ്ങളും ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ടാവും. കുറച്ച് അവിടെ ഓർമ്മകൾ അയവിറക്കും, ബാക്കി നമുക്ക് USA വന്നിട്ട് അയവിറക്കാം. ഓക്കെ, ഹാപ്പി 70th ബർത്ത്ഡേ അച്ഛമ്മ. ഹാപ്പി 70th ബർത്ത്ഡേ അച്ഛമ്മ. സപ്തതി ആശംസകൾ അച്ഛമ്മ.